വീട്ടിലും കോമൺ ആയിട്ടുള്ള ഒരു ശല്യമായിരിക്കും ഈ ഒരു പാറ്റ ശല്യം. പ്രത്യേകിച്ച് നമ്മൾ കിച്ചണിൽ നമ്മളെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഈ ഒരു സൈഡിലൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഒരു ശല്യം ഉണ്ടാവുക. അപ്പം ഈ ഒരു പാറ്റയെ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളെ കഞ്ഞിക്കൂർക്കലിൻ്റെ ഇലയാണ് വേണ്ടത്. പന്നിക്കൂർക്ക എന്നൊക്കെ പറയും. അതിൻ്റെ ഒരു 3-4 ഇല എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിലത്ത് വെച്ചിട്ടൊന്ന് അത് ജസ്റ്റ് ഒന്ന് ഇലയൊന്ന് ചുരുങ്ങുന്നവരെ ഒന്ന് ചൂടാക്കുക. അതിന് ശേഷം അപ്പോൾ അതിനൊരു മണമില്ല, ഭയങ്കരമായിട്ട് ഇരട്ടിയാവും കേട്ടോ. എന്നിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ അകത്തേക്ക് 2 വെളുത്തുള്ളി അല്ലിയും കൂടെ ഒന്ന് ചീച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു 3/4 ഗ്ലാസ് വെള്ളവും കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വിനാഗിരി എല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെയാണ്. നമ്മൾ അച്ചാറൊക്കെ ഇടുന്ന സുർക്ക മൂട്ടേനൊക്കെ തുരുത്താനൊക്കെ വേണ്ടിയിട്ട് ഇത് നല്ല ഒരു ഉപകാരമുള്ളൊരു സാധനം തന്നെയാണ് കേട്ടോ. ഈ ഒരു വിനാഗിരി നമുക്ക് അച്ചാറിടാനൊന്നും വേണ്ടി മാത്രമല്ല, പല്ലി, പാറ്റ, എട്ടുകാലി അങ്ങനത്തേനൊക്കെ തുരത്തൊഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വിനാഗിരി സഹായകമാകും കേട്ടോ. ഞാൻ കുറച്ച് വിനാഗിരി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു 3/4 ഗ്ലാസോളം വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് വെട്ടി തിളപ്പിച്ചെടുക്കണം. അപ്പം ഇതിൻ്റെ ഈ ഒരു ഇലേൻ്റെ ഈ ഒരു ഇതൊക്കെ ആയിട്ട് ഈ ഒരു വെള്ളത്തിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് വരും കേട്ടോ. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 3 കർപ്പൂരമാണ്. അത് ഞാനത് അതിലേക്ക് ഒരു ബോട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവരുടെ വീട്ടിലും സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ ഈ ഒരു ബോട്ടിൽ എടുക്കുക. ഞാൻ ഇവിടെ സ്പ്രേ ബോട്ടിൽ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സോഡേൻ്റെ കുപ്പി എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു 3 കർപ്പൂരം. അതിനുശേഷം അതിൻ്റെ ഈ ഒരു മൂടി ഞാൻ പിന്നെ വെച്ചിട്ടിങ്ങനെ ഹോൾസ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വെള്ളം ഒന്ന് തണിഞ്ഞ ശേഷം ഞാൻ ഈ ഒരു കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഹോൾസ് കുറച്ചധികം ഇപ്പോൾ ഈ നല്ലോണം വെള്ളം പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഇതാ നമ്മൾ പാറ്റയൊക്കെയുള്ള സ്ഥലത്തേക്ക് വെള്ളം ഒന്ന് ആക്കി കൊടുക്കുക. പാറ്റ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്കൊക്കെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതല്ല ഇത് വരുന്ന സ്ഥലത്തൊക്കെ ഉണ്ട് കിച്ചൻ്റെ ടാബ് അവിടെ, പിന്നെ ഗ്യാസിൻ്റെ ടോപ്പ് അവിടെയൊക്കെ ഈ ഒരു വെള്ളം വെച്ചിട്ടൊന്ന് തുടച്ചു കൊടുക്കുക കേട്ടോ. പിന്നുള്ളൊരു ടിപ്പാണ്, ഇതൊന്നും ഉണ്ടാക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. ഇതേപോലത്തെ സെലോ ടേപ്പ് ഉണ്ടെങ്കിൽ ഒരു കഷ്ണം മുറിച്ചെടുക്കുക. ഞാൻ എന്താ ഇവിടെ ഒരു കഷ്ണം മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സെലോ ടേപ്പ് മുറിച്ചെടുത്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വേറെന്താ ആവശ്യത്തിന് അത് എടുക്കുമ്പോൾ അതിൻ്റെ ഇത് പറിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കില്ലേ. അപ്പം നമ്മളിത് എടുക്കുന്ന ടൈമിൽ തന്നെ എന്തെങ്കിലും ഒരു കമ്പ് അവിടെ ഒരു അടയാളമായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ അത് പറിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഒരു ചന്ദനത്തിരീൻ്റെ ബാക്കിൽ ഒരു ഒഴിഞ്ഞ ഭാഗമാണ് ഇവിടെ അങ്ങനെ ആക്കി കൊടുത്തിട്ടുള്ളത്. പിന്നെ എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അത് നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ലെങ്കിൽ അതും കണ്ടുപിടിച്ചുകൊണ്ട് നടക്കേണ്ടി വരും. തിരഞ്ഞ് നടക്കേണ്ടി വരും. അപ്പോൾ അതാ ഞാൻ ഈ ഒരു സെലോ ടേപ്പിൻ്റെ ഈ ഒരു കഷ്ണം 3-4 കഷ്ണമാക്കി പീസാക്കിയിട്ട് മുറിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പീസിൻ്റെ മുകളിലേക്കായിട്ട് നമ്മളെ പനിക്കൂർക്കേൻ്റെ ഇലയില്ലേ അതൊന്ന് ഒട്ടിച്ച് വയ്ക്കാം. അതിനുശേഷം നമ്മൾ ഗ്യാസ് വയ്ക്കുന്ന അവിടെയും അതേപോലെ തന്നെ കിച്ചണിൻ്റെ ചുവരിൻ്റെ മുകളിലൊക്കെ ആയിട്ടൊന്ന് ഒട്ടിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ പിന്നെ പല്ലി, പാറ്റ, പിന്നെ കൊതുകൊക്കെ ഉണ്ടാവില്ലേ, കൊതുകിൻ്റെ ശല്യം. ബെഡ്റൂമിലൊക്കെ അങ്ങനെ ചെയ്യുവാണെങ്കിൽ കൊതുകിൻ്റെ ശല്യമൊന്നും ഉണ്ടാവില്ല. ഈ ഒരൊറ്റ ഇല മതി കേട്ടോ. ഈ ഒരു ഇലയ്ക്ക് ഭയങ്കര ഒരു സ്മെല്ലാണ്. പിന്നെ ഇത് വാടി ഉണങ്ങിപ്പോകും തോറും അതിൻ്റെ ഒരു സ്മെല്ല് കൂടി വരും കേട്ടോ. അപ്പോൾ രാത്രി ആയാലും ഇവിടെ പല്ലീൻ്റെയൊക്കെ ഒരു ശല്യമുണ്ട്. ഒരു പല്ലിയേ ഉള്ളൂ, അത് രാത്രിയൊക്കെ വരും. അപ്പം അതിനോടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തായിട്ടുള്ളൊരു ടിപ്പാണ്, ഇതേപോലെ ഒരു വേണ്ടാത്തൊരു പാത്രം എടുക്കുക. അതിൻ്റെ അകത്തേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുക. മുട്ടേൻ്റെ മഞ്ഞ മാത്രം മതി കേട്ടോ, വെള്ളേൻ്റെ ആവശ്യമില്ല. പിന്നെ ഇനി ഇതിൻ്റെ അകത്തേക്ക് വേണ്ടത് ബോറിക് ആസിഡാണ്. ഒരു പൗഡറായിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റിലും മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. പിന്നെ അത് നമ്മളെ ഉറുമ്പൊക്കെ ഉണ്ടാവില്ലേ, ഉറുമ്പൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉറുമ്പൊക്കെ പെട്ടെന്ന് തന്നെ പോയിക്കോളൂ കേട്ടോ. ഈ ഒരു ഭാഗത്തേക്ക് പിന്നെ ഉറുമ്പൊന്നും വരില്ല. ഞാൻ ഏകദേശം 3 സ്പൂണോളം എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് എടുക്കുക കേട്ടോ. അപ്പം ഈ ഒരു ബോറിക് ആസിഡ് ഈ ഒരു മുട്ടേൻ്റെ മഞ്ഞയും കൂടെ നമ്മൾ അങ്ങനെ ജസ്റ്റ് ചപ്പാത്തിക്കൊക്കെ ഒന്ന് കുഴയ്ക്കുന്ന ഈ ഒരു രൂപത്തിലേക്ക് ആക്കിയെടുക്കാം. അപ്പോൾ തന്നെ അതൊന്ന് പതഞ്ഞിങ്ങനെ വരാൻ തുടങ്ങും കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഒന്ന് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കുക. അതിന് ശേഷം അതൊന്ന് ജസ്റ്റ് ചെറിയ ഉരുളകളാക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക കേട്ടോ. ഇത് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ എവിടെയാണോ വെക്കുന്ന ഈ ഒരു പാറ്റേൻ്റെ ശല്യമൊക്കെ ഉള്ളൊരു സൈഡിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് പാറ്റ തിന്നിട്ട് പാറ്റ പെട്ടെന്ന് തന്നെ ചത്തുപോകും കേട്ടോ. പിന്നെ രാവിലെയൊക്കെ രാത്രി വെച്ച് കൊടുക്കുക. കുട്ടികളൊന്നുള്ള സമയത്ത് കുട്ടികൾ എടുക്കുന്ന സ്ഥലത്തൊന്നും വെച്ച് കൊടുക്കാതിരിക്കുക കേട്ടോ. രാത്രി സമയത്ത് വെച്ചിട്ട് രാവിലെ അതെടുത്ത് മാറ്റാനും ശ്രദ്ധിക്കുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.